നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന നല്ല കമൻസിൽ ഒന്നാണ് ബാക്ക്ഗ്രൗണ്ട് ഭംഗിയുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് ക്യാഷ് മുടക്കിയിട്ടൊന്നുമില്ല. കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് യൂസ് ചെയ്ത് പലതും ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനൊന്ന് സെറ്റാക്കി എടുത്തത്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ പഴയ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡ്രസ് മേക്ക് ഓവർ ഒന്ന് കാണിച്ചു തരാം. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളതും ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. അത് കേസ് നമുക്കൊരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാം. ആൻഡ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഡെസ്കിൻ്റെ അവസ്ഥ. നമ്മൾ ഇതല്ലാണ്ട് ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്കറിയാം അന്ന് ഇതുപോലൊന്നും അല്ലായിരുന്നു. ഈ വാൾപേപ്പേഴ്സൊക്കെ പിന്നെ ഞാൻ പറിച്ച് ഒട്ടിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയതാണ്. പിന്നെ എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം എനിക്കൊരു മോനുണ്ട്, 3 വയസ്സാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെസ്കിൽ ഞാൻ ഐറ്റംസ് അധികം വെക്കാറില്ല. ഈ ഒരു കോർണറാണ് കേട്ടോ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ബൈ നമ്മൾ ഇന്നാൾ ചെയ്തത് ഒരു ക്യൂട്ട് അങ്ങനെയൊക്കെ ഒരു തീമിലായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ അതല്ല, നമുക്കൊരു വിൻറ്റേജ് തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു തീമിലോട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിന് വേണ്ടത് 2 സാധനമാണ്. ഒന്ന് ഒരു കേക്ക് ബോർഡ് അല്ലെങ്കിൽ കാർഡ് ബോർഡ് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഈ ഒരു ത്രെഡ് മാക്രോം ത്രെഡ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഉണ്ട്. 175 എങ്ങാണ്ടാണ് ഒരു 50 മീറ്ററിന് വരുന്നത്. പക്ഷേ ഇത് നമ്മൾ അടുത്തുള്ള ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 80 റുപ്പീസാണ് വരുന്നത്. സൈസൊക്കെ കണ്ടിട്ട് ഒരു 20 മീറ്ററൊക്കെ ഏകദേശം വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, അത് നമുക്ക് മൾട്ടിപ്പിൾ യൂസസ് ആണ്. 2 രീതിയിൽ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത് എനിക്ക് കുറച്ച് ഐറ്റംസ് വെക്കാനാണ്. ഇതിനെന്തോ ഒരു പേര് പറയും, അത് കിട്ടുന്നില്ല. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാൾ ഡെക്കോറായിട്ടും യൂസ് ചെയ്യാം. ഈ ഒരു സെയിം സംഭവം ഞാൻ വേറൊരു ത്രെഡ് വെച്ചിട്ട് ഏതോ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപാടി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വളരെ സിമ്പിളാണ്. ആ കയറ് ഗ്ലൂ ആക്കുക, ചുറ്റി ഫുള്ളാക്കിയിട്ട് കംപ്ലീറ്റ് ആക്കുക, അത്രയേ ഉള്ളൂ. സോ ഇനി നെക്സ്റ്റ് ഐറ്റം നോക്കാം. അടുത്തത് ഒരു ബോട്ടിൽ മേക്ക് ഓവർ എന്ന് പറയാം. ഇത് നമ്മൾ പണ്ടെങ്ങാണ്ട് ഒരു പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ചാക്കുനൂല് ചുറ്റിയെടുത്തൊരു ബോട്ടിലായിരുന്നു. ആ ചാക്കുനൂല് അവിടെ തന്നെ നിന്നോട്ടെ. പക്ഷെ ബാക്കിയുള്ള ആ ഒരു പോർഷന് നമുക്ക് എന്തെങ്കിലും ഒരു വിൻറ്റേജ് തീം കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ കുറേ നാളായിട്ട് എടുത്തു വെച്ച ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതൊരു നട്സിൻ്റെ ഷെല്ലാണ് കേട്ടോ. കുറച്ച് വൈറലായിരുന്നു യൂട്യൂബ് ഷോർട്സിലൊക്കെ. മാക്കഡാമിയ എന്ന് പറയും, പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണ് തോന്നുന്നു. അപ്പോൾ ആ ഒരു നട്സ് ഇതിൻ്റെ അകത്താണ് വരിക. അതിൻ്റെ ഷെല്ലാണ് ഈ കാണുന്നത്. ഇത് ഞാൻ കുറേ നാളായി എടുത്തു വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ താഴെ ഭാഗം ഇത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്ലൂ ഗൺ ആക്കിയിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. ആ ഷെല്ല് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ഷെല്ലാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പൊട്ടിക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ സെമി സർക്കിളായിട്ട് കിട്ടിക്കോളണമെന്നൊന്നുമില്ല. അപ്പോൾ പല ഷേപ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുന്ന ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്ലൂ യൂസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഈ ഷെല്ലില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ കല്ലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഡെക്കോർ ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. കല്ല് യൂസ് ചെയ്തിട്ട് പിന്നെ അതിന് പെയിൻറ്റ് ചെയ്താലും മതി. ലാസ്റ്റ് ഞാൻ ആ മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ത്രെഡിൻ്റെ ഒരു പോർഷനും കൂടെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് നമ്മുടെ തേർഡ് ഐറ്റം നോക്കാം. ഒരു വിൻറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലോട്ട് വരിക ഒരു ലാമ്പ്, കുറച്ച് ലൈറ്റ്സ്, അതൊക്കെ ആയിരിക്കും. സോ നമുക്കൊരു എസ്തെറ്റിക് വിൻറ്റേജ് ലാമ്പ് സെറ്റാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ നോർമൽ ഗ്ലാസ് ആണ്. അതിലൊരു ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ കളഞ്ഞത്. പിന്നെ ഞാൻ എടുത്തുള്ളത് ഒരു വൈറ്റ് ലേസാണ്. അത് നമ്മൾ ഇന്നാൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ലേസ് കറക്റ്റ് സെൻറ്ററിലല്ല, കുറച്ച് താഴ്ത്തിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ വുഡൻ ക്ലിപ്സ് ആണ്. ഇതും ഞാൻ എന്നോ പണ്ട് വാങ്ങി വെച്ചതാണ്. തട്ടിക്കോട്ടലിൽ കിട്ടിയൊരു ഐറ്റമാണ്. ഈ ഒരു സെറ്റിന് അന്ന് 60 രൂപയായിരുന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ അങ്ങനെ തന്നെയാണോ കൂടിയിട്ടുണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാ. പണ്ടെങ്ങാണ്ട് വാങ്ങി വെച്ചതായതുകൊണ്ട് ചെറിയൊരു വളവും തിരിവൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇതുപോലെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് കറക്റ്റ് നമ്പർ ആയിരുന്നു, അതുകൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഫുള്ളാവൂല എന്ന്. പക്ഷേ സെറ്റാണ്. ഇനി ലാമ്പല്ലേ, ലൈറ്റ് വേണ്ടേ. സോ 20 രൂപക്ക് മേടിച്ച ഈ ഒരു ലൈറ്റ് അത് പലർക്കും കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 15-ന് കുറച്ചും കൂടെ സൈസ് കുറഞ്ഞതും കിട്ടും. പിന്നെ 20-നാണ് ഇത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ലാസ്റ്റ് കാണിച്ചു തരട്ടോ, അപ്പം അടിപൊളിയായിരുന്നു. ഇനി നെക്സ്റ്റ് ഐറ്റം നോക്കാം. ഈയിടെയായിട്ട് എനിക്ക് പ്ലാന്റ്സിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. എത്ര നാളുണ്ടാവുന്നൊന്നും അറിഞ്ഞുകൂടാ. ആ ഒരു ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ ജനലിൻ്റെ ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുറേ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടി ഇതിൻ്റെ കൂടെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്, ഞാൻ മീഷോന്ന് ഒരു വാൾപേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ്. ഒരു മേക്ക് ഓവർ വീഡിയോ ഒക്കെ എടുക്കുമ്പം ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് അത്ര യൂസ്ഫുൾ ആയിരുന്നില്ല, കാരണം സൈസ് കുറവായിരുന്നു. അപ്പോൾ ആ ഒരു വാൾപേപ്പർ വന്ന റോളറാണിത്.
കുറച്ച് സമയത്തിൻ്റെ പരിശ്രമത്തിനൊടുവിൽ ഞാനത് പാകത്തൊരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള ഒരു ക്രേപ്പ് പേപ്പറാണ്. ഇതിന് 10 രൂപ എങ്ങാണ്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒരു അത്യാവശ്യം നല്ല മീൻസ് അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അത് നല്ല നീളത്തിലായിരിക്കും ആ പേപ്പർ. അപ്പോൾ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ സംഭവം ഫുള്ള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഒറ്റ കുഞ്ഞ് പീസേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാം. ഇനി എടുത്ത പേപ്പർ ആദ്യം ഒന്ന് സെൻറ്ററിൽ മടക്കുക, വീണ്ടും ഒന്ന് സെൻറ്ററിൽ മടക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ മടക്ക് വരുന്ന ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. മീൻസ് ഒരു കുഞ്ഞി പോഷൻ വിട്ടിട്ടതാ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറേ കുഞ്ഞി പീസസ് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കട്ടിയില്ലാത്ത കമ്പിയാണ്. പിന്നെ ഞാൻ ഗ്രീൻ കളർ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യുക, അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഗ്രീൻ കളർ കൊടുത്താലും മതി. ഈ ഒരു ഗ്രീൻ ടേപ്പും പണ്ടെങ്ങാണ്ടുള്ളതാണ്. അതിൻ്റെ ഗ്ലൂ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഗ്ലൂ ഒക്കെ ആക്കിയിട്ടാണ് ഞാൻ ചുറ്റാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ അതും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ലീഫുകളാണ് കേട്ടോ അത്. അപ്പോൾ അത് ഇതിൻ്റെ അകത്തോട്ട് കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്നെങ്കിൽ കോമ്പസോട്ടൊക്കെ കുത്തി കൊടുക്കുക. ഞാൻ ഇവിടെ കത്രിക വെച്ചിട്ടൊരു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൂടെ ഒന്ന് ഉള്ളിലോട്ട് എല്ലാം ആക്കിയെടുക്കാം. പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താക്കിയാൽ മതി, കുറച്ച് ഗ്ലൂ ഒന്ന് അതിൻ്റെ മുകളിലോ താഴെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഒട്ടി നിന്നോളും. ഞാൻ എല്ലാതും അങ്ങനെ ചെയ്തിട്ടില്ല. ലാസ്റ്റിലെയും ഫ്രണ്ടിലും വരുന്ന ആ ഒരു സംഭവങ്ങൾ മാത്രമേ ഞാൻ ഗ്ലൂ ആക്കിയിട്ട് ഫിക്സ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സിൽ നമ്മൾ 4 എണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സംഭവം ഒന്ന് മേക്ക് ഓവർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ പെയിൻറ്റ് ചെയ്യാൻ മടിയാണല്ലോ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നോർമലായിട്ടുള്ള നമ്മുടെ സാധാ ചാക്കുണ്ട്. അപ്പോൾ ആ ചാക്കിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതും ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചത്. ചാക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കുട്ടികളാണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളിപ്പോവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അനുഭവം ഗുരു എന്നാണല്ലോ. അങ്ങനെ അതും നല്ല നീറ്റായിട്ട് ഉള്ളിലോട്ടൊക്കെ മടക്കിയിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പ്ലാൻസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാനാണ് എൻ്റെ പ്ലാൻസ്. അതായത് പ്ലാന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നണം. ഇനിയുള്ള പരിപാടിയൊക്കെ നൈറ്റ് എടുത്തതാണ് കേട്ടോ വീഡിയോ. അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും, അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി ഇവിടെ കുറച്ച് വാൾ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് പറിച്ചെടുക്കുകയാണ്. ഇത് പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സങ്കടമാണ് കേട്ടോ. ഭയങ്കര ഇമോഷണൽ ഇടങ്ങേറാണ്. അതിൽ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു വിൻറ്റേജ് തീമിലോട്ട് മാച്ചായിട്ട് വരുന്ന ഒരു വിൻറ്റേജ് എസ്തെറ്റിക് ആ ഒരു തീമിലോട്ട് മാച്ചായി വരുന്ന പോസ്റ്റേഴ്സ് എടുത്തിട്ട് ഇതുപോലെ മുകളിലും താഴത്തും മാത്രം 2 ഐസ്റ്റിക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ഒരു 6-7 പോസ്റ്റേഴ്സാണ് തോന്നുന്നു ഞാൻ എടുത്തത്. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പോസ്റ്റേഴ്സൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി അടുത്തത് നോക്കാം. എഗെയിൻ ഒരു റീയൂസിങ് ആണ്. ഇത് ചിക്കിങ്ങിൻ്റെ ഒരു കണ്ടെയ്നർ ഓർ ബോക്സ് ആണ് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഉള്ള കണ്ടെയ്നറാണ്. അത്യാവശ്യം നല്ല കട്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. ഇതും ഞാൻ കുറേ ആയി ഒരു മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഇതായിരിക്കും സമയം. അപ്പോൾ ഇത് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തുള്ളത് ഇതുപോലെ നമ്മുടെ ആ ഒരു തീമിലോട്ട് മാച്ചായിട്ട് വരുന്ന ഒരു ജൂട്ടിൻ്റെ ഒക്കെ എന്താ ഈ തുണിക്ക് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ, അതുപോലെയൊക്കെ വരുന്നുണ്ട് ഏകദേശം. അപ്പോൾ അങ്ങനെ ഒരു ക്ലോത്താണ്, ഒരു ബ്രൗണും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് ഒരു ലൈൻസ് വരുന്നത് കേട്ടോ. ഇനി പരിപാടി വളരെയധികം സിമ്പിളാണ്. ഈ ഒരു പ്ലേറ്റ്സും അതിൻ്റെ ഒരു അടപ്പും നമുക്ക് ഇത് വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ കവർ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കവർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകൾ ഭാഗത്ത് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ത്രെഡൊക്കെ ഇങ്ങനെ പോകുന്നതുണ്ടാവും. ജസ്റ്റ് നമ്മൾ വക്ക് മടക്കി അടിക്കുമല്ലോ, അതേപോലെ ജസ്റ്റ് ഒന്ന് വക്ക് മടക്കിയിട്ട് ഒട്ടിച്ചാൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒട്ടിച്ചാൽ നമുക്ക് നീറ്റായിട്ട് കിട്ടും. ഞാൻ ഈ ഒരു വീഡിയോയിൽ മൊത്തം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുള്ളത് ഗ്ലൂ ഗണ്ണാണ്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ഗ്ലൂസും ഉണ്ട്. ഫെവിക്കോള്, സൂപ്പർ ഗ്ലൂ, അതല്ല എനിക്ക് B70 അങ്ങനത്തെ എന്തോ ഗ്ലൂ ഉണ്ട്, അത് നല്ലൊരു ഗ്ലൂ ആണ്, അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ പറഞ്ഞത് നമ്മൾ ആ കംപ്ലീറ്റ് നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പും കൂടിയും ഒന്ന് ഈ ഒരു പോലെ തന്നെ മേക്ക് ഓവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ അടപ്പിൻ്റെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പെന്ന് വെച്ചിട്ട് ആ ക്ലോത്തിലൊന്ന് സർക്കിളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. സോ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് മാത്രമായിട്ട് ഒട്ടിച്ചാൽ, കാരണം അതിൻ്റെ മുകൾ ഭാഗത്തൊരു പൊങ്ങി വരുന്ന പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വൃത്തിയായിട്ട് നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈഡിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ചുറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അത് മാത്രം പോരെ ഗൈസ്, അതിൻ്റെ സൈഡ് ഭാഗം നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തത് വെറുതെ ആവില്ലേ. അപ്പോൾ ആ സൈഡിലും കൂടെ ഞാൻ ആ ഒരു ത്രെഡ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. സൈഡിൽ ഞാൻ ടോട്ടൽ 3 പ്രാവശ്യം, മീൻസ് 3 ലെയറായിട്ട് ഈ ഒരു ത്രെഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ആ ഒരു കംപ്ലീറ്റ് ഭാഗം നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഫൈനലി നമ്മുടെ ഇതുമലുള്ള പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സംഭവം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മുകളിൽ, മീൻസ് അടപ്പിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് വെക്കാൻ പറ്റിയൊരു ഐറ്റം എൻ്റെ കയ്യിൽ അപ്പം കണ്ടില്ല. ഇനി നമുക്ക് പിന്നെ പേളൊക്കെ ചെയ്യാമല്ലേ. ഇനി നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ഐറ്റംസും കൂടി കാണിക്കാം. ഈ ഒരു ഫ്രെയിം നമ്മൾ പുളിങ്കുരു വെച്ചിട്ട് ഉണ്ടാക്കിയായിരുന്നു, അത് വെക്കണം. പിന്നെ ഈ ഒരു പെർഫ്യൂം ബോട്ടിൽ ഈ ഒരു വിൻറ്റേജ് തീമിലോട്ട് മാച്ചാണ് തോന്നിയപ്പോൾ അത് വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു വിൻറ്റേജ് തീമിൽ വരുന്ന ഒരു ജേണൽ ബുക്ക് ഉണ്ട്, നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്. പിന്നെ ഇത് നമ്മൾ മേക്ക് ഓവർ ചെയ്തെടുത്ത ഒരു ഡയറിയാണ്. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക കേട്ടോ. പിന്നെ വന്നിട്ട് ഒരു കുഞ്ഞൻ മഷ്റൂമാണ്. അത് ഞാൻ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്, വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു പ്ലാന്റും കൂടെ ആ കൂട്ടത്തിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിൻറ്റേജ് തീം വരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ചാക്കുണ്ടല്ലോ, അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഈ ഒരു കുപ്പിയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നി. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് അറിഞ്ഞുകൂടാ, പക്ഷേ മണ്ണിലും വെള്ളത്തിലും വളരും കേട്ടോ. നമ്മൾ എടുത്തൊരു തീമിൽ നമ്മൾ ലാമ്പിൻ്റെ കൂടെ തന്നെ ഓർമ്മ വരുന്ന ഒരു ഐറ്റമാണ് മിറർ. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, നമ്മളൊരു മെർമെയ്ഡ് മിറർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം സംഭവമാണിത്. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മോനുണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിൽ അധികം നാൾ നിൽക്കില്ല. അപ്പോൾ ആ സെയിം മിററും ആ സെയിം ബോർഡും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മിറർ സെൻറ്ററിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പേളൊക്കെ ഒട്ടിക്കാൻ അത്യാവശ്യം സമയം വേണ്ടി വരും. അപ്പോൾ അതിനൊന്നും മെനക്കെട്ടിട്ടില്ല. നമ്മുടെ ത്രെഡ് ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ഈ കയറ് ചുറ്റാന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ പരിപാടിയൊന്നും അല്ല കേട്ടോ. എന്തായാലും നമ്മളിതാ കുറച്ച് സമയം എടുത്തിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആൻഡ് ഈ ഒരു പരിപാടീസൊക്കെ കഴിഞ്ഞപ്പോൾ റൂമിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് നമുക്ക് മേക്ക് ഓവർ ചെയ്തിട്ട് എടുക്കണം, അല്ല ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ മേക്ക് ഓവർ. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ടേബിളിലുള്ള ഈ ഒരു ക്ലോത്ത് മാറ്റണം. അതൊരു ലൈറ്റ് പിങ്ക് വരുന്ന ഒരു ബെഡ്ഷീറ്റ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് ഒരു ബ്രൗൺ കളറ് ക്ലോത്താണ് ഇനി വിരിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ വൈറ്റ് കളർ കാണുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മളെ മൾട്ടിവുഡാണ് കേട്ടോ. നമ്മളെ റൂമിൽ ഷെൽഫ് വെച്ചപ്പം ബാക്കി വന്ന ഒരു ലോങ് പീസ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ആ ഒരു ഭാഗത്ത് വെക്കുന്നത്. അപ്പോൾ അത് ടേബിൾ മൊത്തമായിട്ട് കവർ ചെയ്യൂല, കുറച്ച് പോർഷന് ബാക്കി ഉണ്ടാവും. പക്ഷേ ആ പോർഷനിൽ ഈ ബ്രൗൺ കളർ ക്ലോത്ത് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ആ ഒരു പീസ് വെക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആ പരിപാടീസൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തോട്ട് അറേഞ്ച് ചെയ്തെടുക്കണം. ഫസ്റ്റ് വൺ ഈ ഒരു സാധനമാണ്, പേര് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ ഒരു ഓർഗനൈസർ ഉണ്ട്, പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട്, പിന്നെ നമ്മുടെ മഷ്റൂം, പിന്നെ നമ്മൾ മേക്ക് ഓവർ ചെയ്തെടുത്ത ആ ഒരു ബോട്ടിൽ നമ്മൾ റോഡരികിലൊക്കെ ഉണ്ടാകുന്ന ഒരു പുല്ലുണ്ടല്ലോ, ആ പുല്ല് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഗീവ് അവേ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോയിൽ ഉണ്ടാക്കിയൊരു ഐറ്റമാണ്. പിന്നെ ഞാനൊരു ബ്രൗൺ കളറിൽ വരുന്ന ഒരു കപ്പും സോസറും വെച്ചിട്ടുണ്ട്. ഇനിയുള്ള ടാസ്ക് ഇതൊക്കെ എവിടെയൊക്കെ വെക്കണം, എങ്ങനെയൊക്കെ വെക്കണം എന്ന് തീരുമാനിക്കുന്നതാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. കുറേ അങ്ങോട്ട് മാറ്റും, പിന്നെ ഇങ്ങോട്ട് മാറ്റും, അങ്ങനെ ഏകദേശം ഒരു രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം നമ്മുടെ ഒരു കുഞ്ഞ് മെഷീൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാൻഡാണ് മെഷീൻ വെക്കണേ. അത് ഞാൻ ഇവിടെ ഒന്ന് വെക്കുന്നുണ്ട്. അത് ഒരു വൈറ്റ് കളർ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാച്ച് ഉണ്ടാവും എന്ന് തോന്നി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പേപ്പർ ടുലിപ്പും അതുപോലെ ഈ മിറിൻ്റെ അങ്ങനത്തെ എന്തോ ഒരു ബോട്ടിൽ ജസ്റ്റ് പേപ്പർ സ്ട്രോ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഫ്ലവർ വേസും ആണ്.
അതും ആ സ്റ്റാൻഡിൻ്റെ അടുത്ത് വരുന്ന ഒരു ഹോൾ ഭാഗത്ത് കറക്റ്റ് ഫിക്സ് ആണ്. അപ്പോൾ അതും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പും സോസറും വെക്കാൻ ഒരു പ്ലേസ് ഇല്ലായിരുന്നു. അപ്പം തൽക്കാലം അത് ഇതിൻ്റെ മുകളിലാക്കിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. സോ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഏകദേശം വെച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഒട്ടിക്കാനാണ്, മീൻസ് വാൾ ഡെക്കോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് ഞാൻ ആ ഒരു ഫ്രെയിമിൻ്റെ മുകളിലായിട്ട് വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഗ്ലൂ ഗൺ ആക്കിയിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഒട്ടിച്ച് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയല്ല ആ അയച്ചക്ക് വെച്ചാക്കിയില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഒട്ടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാളിൽ ഒട്ടിക്കാനുള്ളതൊക്കെ ഒട്ടിച്ചു. വെക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ അത്യാവശ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെച്ചിട്ടുള്ളതും ഒട്ടിച്ചിട്ടുള്ളതുമായിട്ടുള്ള ലുക്ക്. ഇതിനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലൈറ്റ് വെക്കാനുണ്ട്. അതായത് നമ്മളെടുത്ത് കുറച്ച് റെഡിമെയ്ഡ് ക്യാൻഡിൽസ് ഉണ്ടല്ലോ, അപ്പം ആ ഒരു ക്യാൻഡിൽ അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടോ. ക്യാൻഡിൽ ഒരു പ്രത്യേക ക്യാൻഡിലാണ്, ഒന്ന് കുലുക്കി കൊടുത്താലൊക്കെ കത്തുള്ളൂ, ഭയങ്കരനാണ്. ഇതുപോലത്തെ 3 ക്യാൻഡിൽസ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു ഒറിജിനൽ ക്യാൻഡിൽ ഉണ്ടായിരുന്നു, അതും ഞാനൊന്ന് അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു റെഡിമെയ്ഡ് ക്യാൻഡിൽ ഒന്ന് ഇവിടെ വെച്ചു, ഒന്ന് പിന്നെ ഞാൻ ആ പെർഫ്യൂം ബോട്ടിലിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു LED ലൈറ്റ് ഉണ്ട്, അത് ഒന്ന് കുറച്ച് മുൻപേ വാങ്ങിച്ചതായത്, അതുകൊണ്ട് അതിൻ്റെ ലൈറ്റ് കുറച്ച് ഫെയിലായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു സൈഡിൽ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ച ലൈറ്റ് ഒരു കളർഫുൾ ലൈറ്റാണ്. അത് ഈ ഒരു തീമിലോട്ട് മാച്ച് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതും കൂടെ ഞാൻ ഒരു സൈഡിൽ, മീൻസ് ആ ഒരു വിഷൻ ബോർഡാണ് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നു. വിഷൻ ബോർഡ് ഞാൻ മാറ്റിയിട്ടില്ല, ഒരു സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒട്ടിച്ചത് ഈ ഒരു കളർഫുൾ ആയിട്ട് വരുന്ന ലൈറ്റാണ്. അപ്പോൾ ലൈറ്റ് കാര്യങ്ങൾ മൊത്തം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും നേരം വായിട്ട് അലച്ചിട്ടും എന്നും പറയുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ മറന്നതുപോലെ നിങ്ങൾ മറക്കരുത്. എന്തൊക്കെയാണ്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുക്കണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റും ചെയ്യാം. അപ്പോൾ ഫൈനൽ ലുക്ക് കാണാൻ മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഒരു മണി പ്ലാന്റ് വെച്ച ബോട്ടിലും കൂടി ജസ്റ്റ് ഞാൻ ചാക്ക് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അത് കാണുന്നുണ്ടോ എന്നില്ല, എനിക്ക് ഓർമ്മയില്ല. വീഡിയോ കഴിഞ്ഞിട്ടാണോ ചെയ്തത്, അതും ഓർമ്മയില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഒരു നൈറ്റ് വ്യൂ അല്ലെങ്കിൽ ഡാർക്ക് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വാട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടും കേട്ടും ക്ഷമിച്ച എല്ലാവർക്കും താങ്ക് യു. ഇഷ്ടപ്പെട്ട എന്തായാലും ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. മാത്രമല്ല കേട്ടോ, നമ്മുടെ റൂമിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന, മീൻസ് ഈ ഡെസ്കിന് ഓപ്പോസിറ്റ് വരുന്ന വാൾ നമ്മൾ ഓൾറെഡി മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ കാണാത്തവർ അതും കൂടെ പോയി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ആ വാളിൽ ഒട്ടിച്ച ഫ്രെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്, DIYs ആണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. സോ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കുക.